തരാം തരാം, ബഹളം വയ്ക്കാതിരിക്കൂ. ഇതെവിടെ പോയി? ഇതെവിടെ പോയി? വരുമ്പോ തിന്നോളും ടൈപ്പിസ്റ്റ്. തുളസി സാറേ, മിഠായി. എന്നാ പിടി 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 പിടി. എന്താ ദുഷ്യന്ത വിശേഷം? ശകുന്തള പ്രസവിച്ചു. എത്രാമത്തെയാണോ? 9ാമത്തെ. ഒരു രസം മൂത്ത് മൂത്താണ് 9 ആയത്. കൺഗ്രാറ്റുലേഷൻസ്. ഇവിടെ 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 ഇവിടെ. എന്നിട്ട് നാരങ്ങ മുട്ടായാണോ തരുന്നത്? ശകുന്തളയുടെ ആദ്യത്തെ പ്രസവത്തിന് ലഡുവാ കൊടുത്തത്. അത് പിന്നെ ഉണ്ണിയപ്പമായി, ഉണ്ടംപൊരിയായി, പഴംപൊരിയായി, ചോക്ലേറ്റ് ആയി, ഇപ്പൊ നാരങ്ങ മിഠായി ആയി. രസങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരും തോറും ചെലവ് കൂടും. എക്സ്പെൻസസ് ഇൻക്രീസിങ്. എന്തോന്നാടോ കുട്ടിക്ക് പേരിടാൻ പോകുന്നത്? പേര് അതെ സ്വാമി, അവൻ ജനിച്ചു വീണപ്പോ തന്നെ എന്നൊക്കെ പറഞ്ഞല്ലേ വന്നത്. അവന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും ദുഷ്യന്തന്റെ മരണവും. അതെ. ദുഷ്യന്ത, ശകുന്തളയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടോ? 9 പെറ്റെങ്കിലും എന്റെ ശകുന്തളയുടെ മുഖശ്രീ ഒന്ന് കാണേണ്ടത് തന്നെയാണ് തുളസി സാറേ. കാളിദാസൻ പറഞ്ഞതുപോലെ ശംഖുപുഷ്പം കണ്ണെഴുത്തുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ ദുഷ്യന്ത, ഇത് വയലാർ എഴുതിയതാ. ഈ തുളസി സാറിന് ഒരു വിവരമില്ല. ഇങ്ങോട്ട് നോക്കി, ഈ കാളിദാസനും വയലാറും ഒറ്റയാളാ. വയലാർ മരിച്ചതിന് ശേഷമാണ് കാളിദാസൻ സിനിമാ ഗാനങ്ങൾ എഴുതാൻ തുടങ്ങിയത്. അല്ല സ്വാമി? എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു ജോലി ചെയ്യണോ? സാറ് വിളിക്കുന്നു. എടാ, ഈ 2 മിഠായി സാറിന് കൊണ്ടു കൊടുക്കടാ. തനിക്ക് കുഞ്ഞ് എനിക്കിന് ഞാൻ മിഠായി കൊടുക്കണല്ലേ? അതല്ലടാ മോനെ, ഈ വെറും നാരങ്ങ മിഠായി ഞാൻ കൊണ്ട് കൊടുത്താൽ ഞാൻ ഡീഗ്രേഡ് ചെയ്യപ്പെടും, നിന്നെ പോലെ ആയിപ്പോവും. അതുകൊണ്ട് കൊടുക്കടാ. മിഠായി കൊടുക്കാം, പക്ഷേ കൊച്ചെന്റേതാണെന്ന് ഞാൻ പറയും. അതിനെന്താടാ? എന്നാ ഞാൻ കൊടുക്കാം. കൊടുക്കാം കൊടുക്കാം. നന്നായിരിക്കുന്നു അല്ലേ ബാലേട്ട? എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല. ഓ പിന്നെ, സൗന്ദര്യവതും ഇല്ലാത്തതുകൊണ്ടാ തോന്നാത്തത്. എല്ലാ സൗന്ദര്യങ്ങളും എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം? സത്യത്തിൽ എനിക്ക് തുളസിയുടെ അസൂയ തോന്നുന്നു. പ്രപഞ്ച സൗന്ദര്യം മുഴുവൻ വാരിക്കോരിയെടുത്താണ് ഈശ്വരൻ തുളസിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആഹാ, ബ്യൂട്ടിഫുൾ, മനോഹരമായിരിക്കുന്നു. എന്താ നിർത്തിക്കളഞ്ഞത്? ബാക്കിയോട് കേൾക്കട്ടെ. കണ്ടില്ലേ, ഭൂമിയുടെ സൗന്ദര്യം മുഴുവൻ തുളസിയുടെ കണ്ണുകളിൽ ആവാഹിച്ചിരിക്കുകയാണ്. അപ്പോ കവിത പറയാനും അറിയാം. ചങ്ങമ്പുഴയുടെ നാട്ടുകാരനല്ലേ? കവിതയല്ല, സത്യം.